നമ്മുടെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കും പത്രങ്ങൾക്കും ഒരു കുഴപ്പമുണ്ട്. കേരളത്തിലെ സംസ്ഥാന സർക്കാരിനെതിരായി എന്തു വാർത്ത പുറത്തു വന്നാലും അത് വെണ്ടയ്ക്ക വലിപ്പത്തിൽ മുൻപേജിൽ നൽകുന്നവർ, പക്ഷേ കേരളത്തിൻ്റെ അഭിമാന നേട്ടങ്ങൾ അകത്ത പേജിൽ 2 കോളം വാർത്തയായി പോലും നൽകാൻ പലപ്പോഴും താല്പര്യപ്പെടാറില്ല. അതുകൊണ്ട് തന്നെയാണ് കേരളം നേടുന്ന പല അഭിമാനകരമായ നേട്ടങ്ങളും ജനങ്ങളിലേക്ക് എത്താതെ പോകുന്നത്. കഴിഞ്ഞ ദിവസവും അത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നിരുന്നു. ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. പക്ഷേ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ആ വാർത്ത കണ്ടമട്ടില്ല. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് കഴിഞ്ഞ ദിവസത്തെ, അതായത് 7/7/2024 ടൈംസ് ഓഫ് ഇന്ത്യ പത്രമാണ്. അതിൻ്റെ 2-ാം പേജിൽ ഒരു വാർത്തയുണ്ട്. ആ വാർത്ത യൂണിസെഫ് എന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ഉപസംഘടന കേരളത്തിലെ ഡിജിറ്റൽ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് നടത്തിയ ഒരു പഠനത്തെക്കുറിച്ചാണ്. ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ യൂണിസെഫ് പറയുന്നത് കേരളത്തിലെ ഡിജിറ്റൽ വിദ്യാഭ്യാസ യത്നങ്ങൾ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾക്ക് മാത്രമല്ല, ലോകത്തിലെ പല വികസിത രാജ്യങ്ങൾക്ക് പോലും മാതൃകയാണ് എന്നാണ്. അതിന് കാരണങ്ങൾ പലതാണ്. ഒന്ന്, കേരളത്തിൽ വലിയ രീതിയിൽ ഡിജിറ്റൽ വിദ്യാഭ്യാസം പൊതുവിദ്യാഭ്യാസത്തിനൊപ്പം തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയം ഇടത് സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. 7-ാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്ക് AI പരിശീലനം പോലും നൽകുന്നതിനെ പറ്റി സംസ്ഥാന സർക്കാർ പദ്ധതികൾ രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യത്നങ്ങളാണ്, അല്ലെങ്കിൽ ഈ നയരൂപീകരണമാണ് ഇപ്പോൾ യൂണിസെഫ് ഇന്ത്യയുടെ തന്നെ പ്രകീർത്തനത്തിന് പാത്രമായിരിക്കുന്നത്. എന്നാൽ കേരളത്തിലെ ഒരു മുഖ്യധാരാ മാധ്യമമോ പത്രമോ ഈ വാർത്ത അർഹിക്കുന്ന പ്രാധാന്യത്തോടെ അവരുടെ മാധ്യമങ്ങളിലൂടെ നൽകിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും കേരളം നേടുന്ന പല നേട്ടങ്ങളും, പല അഭിമാനകരമായ നേട്ടങ്ങളും ജനങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നത് എന്നതാണ് വസ്തുത. ഉദാഹരണമായി പറയാൻ കഴിയുന്ന ഒന്ന്, കേരളത്തിൽ കഴിഞ്ഞ വർഷം 2023 കേരളം സ്വന്തമാക്കിയ ഒരു നീതി ആയോഗിൻ്റെ അവാർഡാണ്. ആ അവാർഡ് രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള അവാർഡായിരുന്നു. 3000-ലേറെ കോടി രൂപ സൗജന്യ ചികിത്സ നൽകിയതിലൂടെയാണ് കേരളം ഈ അവാർഡിന് അർഹമായത്. കേരളത്തിൻ്റെ 2 ഇരട്ടി ഭൂവിസ്തൃതിയും ജനസംഖ്യയും ഒക്കെയുള്ള BJPയുടെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തിനോ ഉത്തർപ്രദേശിനോ, എന്തിന് കോൺഗ്രസ് ഭരിച്ചിരുന്ന രാജസ്ഥാനോ പോലും ഈ നേട്ടം സ്വന്തമാക്കാനായില്ല എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. അതേ അവസരത്തിൽ മറ്റൊരു അവാർഡും കേരളത്തിന് കിട്ടിയിരുന്നു. കാഴ്ചാ പരിമിതിയുള്ളവർക്കായി പ്രത്യേക സംവിധാനങ്ങൾ രൂപീകരിച്ചതിനുള്ള പ്രത്യേക പുരസ്കാരം. ഇതിനു പുറമെ നീതി ആയോഗിൻ്റെ ആരോഗ്യ സൂചികയിൽ കേരളമാണ് എപ്പോഴും 1-ാം സ്ഥാനത്തെത്താറുള്ളത്. പക്ഷേ ഇതൊന്നും തന്നെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഒരു വാർത്തയല്ല, അല്ലെങ്കിൽ അവർക്ക് ഇത് വാർത്തയായി നൽകാൻ താല്പര്യമില്ല. എന്നാൽ സംസ്ഥാന സർക്കാരിനെതിരെ അടിക്കാനൊരു വടി കിട്ടിയാൽ അത് സത്യമായാലും അസത്യമായാലും വലിയ പ്രാധാന്യത്തോടെ വെണ്ടയ്ക്ക വലിപ്പത്തിൽ തലക്കെട്ട് നിരത്തുന്നവരാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ. ഈ മാധ്യമങ്ങൾ ഇപ്പോൾ യൂണിസെഫ് പുറത്തുവിട്ട ഈ റിപ്പോർട്ടും കൃത്യമായി മുക്കിയിരിക്കുകയാണ്. യൂണിസെഫ് പറയുന്ന പോലെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ ഡിജിറ്റൽ പരിശ്രമങ്ങൾ, ഡിജിറ്റൽ യത്നങ്ങൾ അത് വികസിത രാജ്യങ്ങൾക്ക് പോലും മാതൃകയാണെന്ന് യൂണിസെഫ് പറയുമ്പോൾ അതൊരു ചെറിയ വാർത്തയായെങ്കിലും റിപ്പോർട്ട് ചെയ്യാൻ കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറാകേണ്ടതായി. എന്തായാലും കേരളം വീണ്ടും ഒരു അഭിമാന നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ്. യൂണിസെഫ് ഇന്ത്യ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ ഡിജിറ്റൽ വിദ്യാഭ്യാസ യത്നങ്ങളെ വലിയ രീതിയിൽ പ്രകീർത്തിച്ചിരിക്കുകയാണ്. ആ ഡിജിറ്റൽ വിദ്യാഭ്യാസ യത്നങ്ങൾ ലോകത്തിലെ പല വികസിത രാജ്യങ്ങൾക്ക് പോലും മാതൃകയാണെന്ന് യൂണിസെഫ് ഇന്ത്യ പറഞ്ഞു വച്ചിരിക്കുകയാണ്.